തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ മഹബത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മഹബത്ത് ഇങ്ങനെ കുറയും. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. മഹബത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. യൂസുഫ് നബ്ഹാനി റഹിമഹുല്ല അൻവാറുൽ മുഹമ്മദിയയിൽ വിശദീകരിക്കുന്നതാണ്. മഹബത്ത് ഒരാൾക്ക് ഹൃദയത്തിലുണ്ടെങ്കിൽ അയാളിൽ ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാവും. അജല്ലുഹ, അതിലേറ്റവും വലിയ അടയാളം എന്തായിരിക്കും എന്നറിയാം? ഒരാളുടെ ഹൃദയത്തിൽ മഹബത്ത് പൂർണ്ണമായാൽ അയാളിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ അടയാളം എന്തായിരിക്കും? അയാൾക്ക് ദുനിയാവിനോട് സ്നേഹം കുറയും. പൈസ, പണം, സ്ഥാനം, പുകഴ്ത്തൽ, ലൈക്ക്, കമന്റിലെ മാഷാ അല്ലാ തബാറകല്ലാ, അതിനോടൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ അതിനോടൊന്നും പിന്നെ ഇഷ്ടം വരില്ല. എന്ത് നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. മുഹറം മാസം ഹസൻ റളിയല്ലാഹു അൻഹു ഒരാളോട് പോലും ജീവിതത്തിൽ എന്തെങ്കിലും വന്ന് ചോദിച്ച ആളോട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരാളോടും അവിടുത്തെ ആയുഷ്കാലത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആര് ചോദിച്ചാലും ഉള്ളത് വെച്ച് കൊടുക്കും. അത് വന്നത് തട്ടിപ്പായിരിക്കും, അത് വെട്ടിപ്പായിരിക്കും, അങ്ങനെയല്ല, ഉള്ളത് കൊടുക്കും. ഹസൻ റളിയല്ലാഹു അൻഹു ആർക്കെങ്കിലും എന്തെങ്കിലും വിറ്റാല്, കിതാബിൽ പറയുന്ന ഉദാഹരണം തന്നെ ഞാൻ പറയാം, തോട്ടം, സ്ഥലം, വിലപിടിപ്പുള്ള സാധനങ്ങൾ വിറ്റാൽ, അല്ലെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹു ആരെടുത്തെന്നെങ്കിലും തോട്ടോ സ്ഥലോ ഇങ്ങോട്ടേക്ക് വാങ്ങി വില കൊടുത്ത് വാങ്ങിന്ന് വരും. ഇയാള് സാമ്പത്തിക ബുദ്ധിമുട്ടോ കൊണ്ടോ മറ്റോ ആണ് തോട്ടം വിറ്റത്. ഹസൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങി. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു അറിയാണ്, അലി റളിയല്ലാഹുവിന്റെ മകനെ കുറിച്ചായി പറയണത്, അയാൾ വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് എത്തി. തോട്ടം വിറ്റിട്ട് കിട്ടിയ കാശൊക്കെ മുപ്പര് ജീവിതവും കുടുംബമെല്ലായിട്ട് തീർന്നുപോയി എന്ന് കണ്ടാൽ പിന്നെന്താ മഹാൻ ചെയ്യുന്നറിയാം? ഓരോരുത്തുനിന്ന് വാങ്ങിയ തോട്ടം അവർക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കും. ബുദ്ധിമുട്ടുണ്ടല്ല മോനെ, എടുത്തോളി. യാ അല്ലാഹ്. ഇങ്ങനെ ചില സാധുക്കളെ കണ്ടിനോ? ഈ വയലിന്റെ സദസ്സില് 10,000, 11,000, 12,000, 12,333, 14,000 അങ്ങനെ വിറ്റുവിന് വില എല്ലാം എന്തോ ഒരു സാധനം ലേലെടുക്കും. എന്നിട്ട് ഇത് 15,000 രൂപ മഹല്ല് കമ്മിറ്റി ദിക്റിന്റെ മജ്‌ലിസിനെ ഏൽപ്പിച്ചിട്ട് ഈ സാധനം ഒന്നുകൂടി കൊടുത്തിട്ട് പറയും ഒന്നുകൂടി ലേലം വിളിച്ചു. അങ്ങനെയുണ്ട് ചില മുഅ്മിനീങ്ങൾ, കണ്ടിട്ടില്ലേ? അതാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ജീവിതം. ദുനിയാവിനോട് ഹുബ്ബ് കുറയും, ഇഷ്ടം ഉണ്ടാവില്ല. സ്ഥാനത്തോടാണ് ആദ്യം കുറയേണ്ടത്. പൈസന്റെ സ്നേഹല് പിന്നെയും നിർത്തലാക്കാൻ പറ്റും. സ്ഥാനം എന്ന് പറയുന്നത് ഭയങ്കര രോഗമാണ്. എന്നെ ബഹുമാനിക്കണം, എന്നെ പരിഗണിക്കണം, സ്വാഗതത്തിൽ എന്നെ പേര് പറഞ്ഞിട്ടില്ല, ഇത്രയും സംഭാവന കൊടുത്തിട്ട് ദുആഇന്റെ വോയിസ് അയച്ചു തന്നിട്ടില്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഹുബ്ബുൽ മാൽ വൽ ജാഹ്, അതാ മഹബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമെന്ന് മജ്മൂഉർ റസായിലിൽ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാനൊരു ചരിത്രം പറഞ്ഞ എന്റെ സംസാരം അവസാനിപ്പിക്കും. ഹിംസ് എന്ന നാട്ടിലെ ഗവർണറായിരുന്നു സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അവരെ അങ്ങോട്ടേക്ക് നിശ്ചയിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ സ്വഹാബിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞ പെരും ഇഷ്ടം. ഉമർ റളിയല്ലാഹു അൻഹു മൂപ്പരോട്, ആ സ്വഹാബിയോട് ഉപദേശം തേടും. നല്ല ഉപദേശമൊക്കെ പറയാൻ കഴിവുള്ള നാവിന്റെ ഉടമയാണ് ആ സ്വഹാബി. അങ്ങനെ ഒരു ദിവസം എല്ലാ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരോടും നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ പേര് തരാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉറക്കൊഴിയുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്ന ഒരു സാന്ത്വന പ്രവർത്തനം ആയിരുന്നു മഹാനവറുകളുടെ. അങ്ങനെ ഹിംസ എന്ന നാട്ടിൽ നിന്ന് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ കുറെ ആളുടെ ലിസ്റ്റിൽ ആദ്യത്തെ ലിസ്റ്റിൽ കാണുന്ന ആരെയെന്നറിയോ? സഈദ് എന്ന പേര് കണ്ടു.
അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനെ എന്തായാലും സഈദ് ബിൻ ആമിർ അങ്ങൾ മനസ്സിൽ ഓടൂലല്ലോ. കാരണം ഓർ അമീറാണ്, ഗവർണറാണ്, ഭരണാധികാരിയാണ്. ഓരെന്തായാലും ദരിദ്രരിൽ പെടൂല, പണമില്ലാത്തവരിൽ പെടൂല. ആരാ ഈ സഈദ്? ഓരോരാളിങ്ങനെ ചെക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അമീറുക്കും, നിങ്ങൾ അമീറോ ഗവർണറോ? മൂപ്പര് ദരിദ്രനോ? പൊതുഖജനാവിൽ നിന്ന് കിറ്റ് കിട്ടാൻ മാത്രം അത്രയും പാവപ്പെട്ട ആളാ? പറയാനുണ്ടോ? മഹാൻ ഉമറുല്ലാനോട് നാട്ടുകാർ പറയാനുണ്ടോ? ഓറപ്പൊരക്ക് അടുപ്പിൽ തീ കത്തിയിട്ട് എത്ര മാസായി, എത്ര നാളായി, എത്ര കാലമായി. ഓറ വീട്ടിൽ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലങ്ങൾ എത്രയായി. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. യാ അല്ലാഹ്, ഇങ്ങനൊക്കെ ഒരു ഗവർണർ ഉണ്ടല്ലേ. 1000 ദിർഹം ഒരു കിറ്റിലാക്കിയിട്ട് കൊടുത്തയച്ചു. ഇത് കിട്ടിയ ഉടനെ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചൊല്ലിയ ദിക്ർ എന്താണെന്നറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ട ഉടനെ വൈഫ്, ഭാര്യ റൂമിന്റെ ഉള്ളിൽ ചോദിച്ചു, എന്തേ കഥമാത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ വഫാത്തായോ? അല്ല. പിന്നെന്തേ? അതിനേക്കാൾ വലിയ ഒരു ബലാ ഇവിടെ എത്തിയിട്ടുണ്ട്. ബലാഓ? അതിനേക്കാൾ വലുതോ? അതെന്താണ്? എന്നെ ദുനിയാവ് കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കുമെന്ന് പേടിയുണ്ട്. 1000 ദിർഹം ഇവിടെ എത്തിയിട്ട് കാണുന്നുണ്ട്. ഇന്നലകളിൽ തിന്നാനും കുടിക്കാനും ഇല്ലാതെ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കഴിയുന്ന ആ സ്വഹാബിക്ക് 1000 ദിർഹം കിട്ടിയപ്പോൾ മഹാന്റെ വർത്തമാനം കേട്ട, എനിക്ക് ദുനിയാവ് തന്നിട്ട് അല്ല പരീക്ഷിക്കുമെന്ന് പേടിയുണ്ട്. അന്ന് രാത്രിക്ക് രാത്രി നാട്ടിലുള്ള പാവപ്പെട്ടവരെ കണ്ടെത്തിയിട്ട് ഈ 1000 ദിർഹമും വിതരണം ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ നാട്ടിലും ഇങ്ങനെ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹിംസ് എന്ന നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ നാട്ടുകാരിൽ പ്രധാനികൾ പറഞ്ഞു, നിങ്ങൾ വലിയ സൂഫി എന്നെല്ലാം പറഞ്ഞിട്ട് അയച്ച, നല്ല അമീർ എന്നെല്ലാം പറഞ്ഞിട്ട് അയച്ച ഒരാളില്ലേ സഈദ് ബിൻ ആമിർ അങ്ങൾ, അവരെ കുറിച്ച് എത്ര പരാതികളാ നാട്ടുകാർ. ഉമർ റളിയല്ലാഹു പേടിച്ചു പോയി. കാരണം ഉമർ തങ്ങൾ പോലും ഉപദേശം തേടുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഉണ്ടാവും, ഉമർ തങ്ങൾ ഞെട്ടാതിരിക്കോ? ഉമർ റളിയല്ലാഹു ഇത് കേട്ട ഉടനെ അള്ളാഹിനോട് തോന്നുന്നു, അല്ലാഹ് എന്റെ സഈദ് എന്ന സുഹൃത്തിനെ കുറിച്ച് ഒരു നെഗറ്റീവ് എന്റെ മനസ്സിൽ വരുത്തിക്കല്ലേ, ഒന്ന് കേൾപ്പിക്കല്ലേ. ഈ നാട്ടുകാരെന്താ ഇപ്പൊ പറയണത്? ഇനി നമുക്ക് പലതും പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതി വിളിക്കൽ നിർബന്ധമായി. ഹുക്കൂമത്തിലേക്ക്, ഗവൺമെന്റിലേക്ക് പരാതി വന്നല്ലേ. ഉടനെ കോടതി വിളിച്ചു. സഈദ് തങ്ങൾ അപ്പുറത്ത് നിന്നു, നാട്ടുകാരിലെ പ്രധാനികൾ ഇപ്പുറത്തു നിന്നു. ഉമർ തങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കരച്ചിലുണ്ട്. എന്റെ ഇഷ്ടക്കാരനും ഉറ്റ സുഹൃത്തും സൂഫിയുമായ ഈ മഹാനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതികൾ, ഒന്നല്ല രണ്ടല്ല, കുറെ പരാതികൾ ഉണ്ട് എന്നല്ലേ പറയണത്. എന്തായിരിക്കും റബ്ബേ, നാട്ടുകാരിങ്ങനെ വെറുതെ പറയൂലല്ലോ, ആരോപണങ്ങളുടെ വിധേയനായി പോകുമോ എന്നിങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു ധൈര്യം സംഭരിച്ചിട്ട് പറഞ്ഞു, പറയടാ എന്താന്ന് വെച്ചാ പറയുന്നു. ഒന്നാമത് പറഞ്ഞു, ഈ അമീർ ഉണ്ടല്ലോ, ഏറ്റവും രാവിലെ നമ്മളടുത്തേക്ക് വരാറില്ല, ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്താറില്ല, കുറച്ച് ലേറ്റ് ആവും, നന്ന സുബീക്ക് വരൂല, കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. ഒരു ലുഹാ സമയം സഈദ് തങ്ങളോട് ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്താ മോനെ കാരണം? സഈദ് തങ്ങൾ പറഞ്ഞു, അതൊന്നും നാട്ടുകാരും എന്ന് പറയണ്ടല്ലോ ഉമർ തങ്ങളെ, പിന്നെ ഒരു കോടതിയാണ്, പറയൽ നിർബന്ധമാണ് എന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാനും ഭാര്യയും മക്കളല്ലേ വീട്ടിലുള്ളത്, നമുക്ക് ഖാദിമീങ്ങൾ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം പൊടിച്ചു കൊടുക്കാനും പത്തിരി പാകം ചെയ്യാനും കറി ഉണ്ടാക്കാനൊക്കെ നാട്ടുകാർക്ക് ഖാദിമീങ്ങളും സെർവൻസുകളും ഉണ്ടാവും. എൻ്റെ വീട്ടിൽ ആരുമില്ല. ഞാൻ എന്നെ മക്കളെയും വീട്ടിലുള്ള അവശ്യ വസ്തുക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്, അത് മക്കൾക്കും വീട്ടുകാർക്കും ചെയ്തു കൊടുത്തിട്ട് ഞാൻ വരുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആവുന്നതാണ്, വേറൊന്നുമല്ല എന്ന് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു കരഞ്ഞുപോയി. സ്വന്തം വീട്ടിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, ഖലീഫ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഉമർ റളിയല്ലാഹു കുറച്ചും കൂടി സ്ട്രോങ്ങിൽ, അടുത്തെന്താണോ പരാതി? 30 ദിവസമല്ലേ ഒരു മാസത്തിലുള്ളത്, അതിലൊരു ദിവസം ഇവർ നമ്മളെ അടുത്തേക്ക് വരാറില്ല. വരും, ചിലപ്പോ ഉച്ച കഴിയും, ഈ പറഞ്ഞ സമയമല്ല, കുറച്ച് ലേറ്റ് ആവും, അതൊക്കെ സമയമാവാറുണ്ട്. അതെന്താ മോനെ? അതും ഈ പറയേണ്ട ഒന്നുമല്ല, പിന്നെ പറയൽ നിർബന്ധമായോണ്ട് പറയാം. എന്തേ?
എനിക്ക് ഈ ഡ്രസ്സല്ലാണ്ട് വേറൊരു ഡ്രസ്സും ഇല്ല ഉമർ തങ്ങൾ, ഈ ഒറ്റ ഡ്രസ്സ് ഞാൻ മാസത്തിൽ എല്ലാ ദിവസവും ഇട്ടിട്ട് ഒരു ദിവസം ഇത് അലക്കാനിടും, അത് ഉണങ്ങുന്നത് വരെ കാത്തുനിന്ന് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ പരമാവധി എത്താറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വിതുമ്പിപ്പോയി. എന്താ ഈ കേൾക്കുന്നൊക്കെ? എൻ്റെ ഒരു അമീറിൻ്റെ അവസ്ഥ ആലോചിച്ചു. ഉമറുല്ലാൻ ചോദിച്ചു, പിന്നെന്താടാ എനിക്ക് പരാതി? രാത്രി നമുക്ക് ഉറക്കം കിട്ടാറില്ല. എന്താ സൈതങ്ങളെ, അതിനെന്താ പറയാനുള്ളത്? ഉമറങ്ങളെ എല്ലാം പറഞ്ഞു, ഇത് പറയിപ്പിക്കണോ? അല്ല, നാട്ടുകാർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പകല് മുഴുവനും നാട്ടുകാർക്ക് സേവനം ചെയ്യാറുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ പരാതികൾക്കും പ്രശ്നം തീർക്കും എല്ലാം പരിഹരിച്ചു കൊടുക്കും. രാത്രി ഞാൻ ഒറ്റ ദിവസം ഉറങ്ങാറില്ല, സുബി വരെ. അള്ളാഹുനിബ എന്തെങ്കിലും അള്ളാഹ് ആഖിറത്തിൽ എനിക്ക് എന്തെങ്കിലും വേണ്ട ഉമറങ്ങളെ, എനിക്ക് അതല്ലേ ഉള്ളൂ. ഈ നാട്ടുകാർക്ക് മൊത്തം സേവനം ചെയ്തിട്ട് അവർ പറയും എനിക്ക് ആഖിറത്തിൽ എത്തും എന്തെങ്കിലും വേണ്ടേ. അതുകൊണ്ട് രാത്രി ഞാൻ കുറച്ച് നിസ്കാര വിഭാഗത്തെല്ലായിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നതാണ്. യാ അല്ലാഹ്, ഇതെന്താ ഈ കേൾക്കണം? എന്താണ് ഇനി പരാതി ഉണ്ടോ? ഉണ്ട്, ഒന്നുകൂടി. എന്താ പരാതി? ഇവർ ഇടക്ക് ഭരണസിരാകേന്ദ്രത്തിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഓർക്ക് ഒരു ബോധം കടലുണ്ടാവില്ല. അത് ഇതുവരെ കേൾക്കാത്ത പരാതിയാണല്ലോ. അതെന്താ മോനെ സഈദേ, പറയൂ. അതെ, ഞാന് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഉമറങ്ങളെ. എന്തേ? ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഉണ്ടല്ലോ, അതെ, ആ സ്വഹാബിയെ ശത്രുക്കള് ഖുർആൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ചതിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് 6 പേരെ. അതിൽ 4 ആളെ ആദ്യം കൊന്നു. പിന്നെ ഈ സ്വഹാബിയെ വീട്ടിൽ അറസ്റ്റ് ചെയ്തു, ശത്രുക്കളുടെ വീട്ടിൽ അറസ്റ്റ് ചെയ്തു. ആ സമയത്താണെങ്കിൽ ഈ സ്വഹാബിക്ക് അവിടെ എവിടെയും മുന്തിരിയുടെ സീസൺ അല്ലാത്ത കാലത്തും മുന്തിരി അള്ളാഹു ഇറക്കി കൊടുക്കും. അങ്ങനെ ആ മുന്തിരി അവരങ്ങനെ കഴിക്കും. ഇതൊക്കെ ആ വീട്ടുകാർ, ശത്രുക്കളുടെ വീട്ടുകാർ കണ്ടിട്ടും അവരുടെ മനസ്സ് മാറിയിട്ടില്ല. പണ്ട് ബദറിലാറ്റം നടത്തിയ ഒരു പോരാട്ടത്തിന്റെ പക ശത്രുക്കൾക്കുണ്ട്. തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അതിന്റെ ഡേറ്റ് ജസ്റ്റ് ആയപ്പോൾ അതിന്റെ തൊട്ടു മുന്നേത്തെ ദിവസം ഈ സ്വഹാബിയുടെ കൈ ചെങ്ങലിട്ടിട്ടുള്ളത്. ആ സ്വഹാബി പറഞ്ഞു വീട്ടുകാരോട്, ഒരു കത്രികയും കത്തിയോ എന്തെങ്കിലും തരുമോന്ന് വെച്ചു. എന്തിനാ വെച്ച്? എന്റെ താടിയും മീശൊക്കെ വളർന്ന് വല്ലാണ്ടായി, വഫാത്താവുകയല്ലേ ചെയ്യുന്നത്, നാളെ തൂക്കിക്കൊല്ലുമല്ലോ, എന്റെ താടിയും മീശൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണമല്ലോ, സുന്നത്തൊക്കെ എടുത്തിട്ട്. യാ അല്ലാഹ്, അങ്ങനെ ശത്രുക്കൾ ഒരു കത്തി കൊടുത്തു അത് ശരിയാക്കാൻ. ആ കത്തി കൊടുത്ത തൊട്ടു മുന്നേ, കത്തി കൊടുക്കുന്ന ആ സമയമായപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് കുറെ അങ്ങോട്ട് പോയി. ആ സമയത്ത് നമ്മളെ വീട്ടിലെ ശത്രുക്കൾ പറയാ, നമ്മളെ വീട്ടിൽ ഒരു പിഞ്ചു പെയ്തൽ, ചെറിയൊരു പെയ്തൽ ഇഴഞ്ഞിഴഞ്ഞ് ഹുബൈബ് തങ്ങളുടെ അടുത്തേക്ക് എത്തി. നാളെ ഹുബൈബ് അങ്ങളെ കൊല്ലൂന്ന് ഹുബൈബ് അങ്ങക്ക് ഉറപ്പാണ്. ആ പക ഈ കുടുംബത്തോട് തീർക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത രീതിയിൽ ഈ മുടിയും താടിയും ശരിയാക്കാൻ വേണ്ടി കൊടുത്ത ഈ കത്തി കൊണ്ട് ഈ കുട്ടിനെ കുത്തി കൊന്നിട്ട് ഈ വീട്ടുകാരുടെ മനസ്സിൽ കാലാകാലം മനസ്സിൽ വെറുപ്പുണ്ടാക്കാൻ ഗോൾഡൻ ചാൻസ് കിട്ടി. ഇത് അങ്ങനെ ചെയ്യുമോ എന്ന് ശത്രുക്കളെല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ഇഴഞ്ഞിഴഞ്ഞ് ഹുബൈബ് തങ്ങളുടെ അടുത്തേക്ക് വന്ന്, ഹുബൈബ് തങ്ങളുടെ മനസ്സിൽ നമ്മളോട് പക ഉണ്ടാവുമല്ലോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ കത്തിയാണെങ്കിൽ കൊടുക്കുകയും ചെയ്ത്, കുട്ടി അടുത്തെത്തുകയും ചെയ്ത്. എന്താ ഇപ്പൊ ചെയ്യാന്ന് വിചാരിക്കുമ്പോഴാണ് കത്തി താഴെ മാറ്റി വെച്ചിട്ട് ആ കുട്ടിക്ക് ചുടുചുംബനം കൊടുത്ത് മുത്തം കൊടുത്തിട്ട്, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചല്ലേ എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ കുട്ടിനെ മാറ്റി നിർത്തി താടി മീശയൊക്കെ ശരിയാക്കിയിട്ട് ഓരോ ഹുബൈബ് അങ്ങളെ മസ്ജിദ് ആയിഷ അവിടത്തേക്ക് കൊണ്ടുവന്നുണ്ട് തൂക്കിക്കൊല്ലാൻ. ആ തൂക്കിക്കൊല്ലുന്നതിന്റെ തൊട്ട് മുന്നേത്തെ സമയം ശത്രുക്കൾ വയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. എന്തേന്ന് വെച്ച്, ദാനി ഉസ്വല്ലി റകഅത്തൈൻ, എനിക്കൊരു 2 റകഅത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എന്റെ റൂഹ് പോകുന്നതിന് മുമ്പ് എന്റെ അള്ളാഹിനോട് ഒരു 2 റകഅത്ത് കുറച്ച് വർത്താനം പറയണം. അങ്ങനെ 2 റകഅത്ത് നിസ്കരിച്ചിട്ട് വന്നിട്ട് ഹുബൈബ് തങ്ങൾ പറഞ്ഞ ഒരു വർത്താനം നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. അന്ന് ഞാൻ ആ കൊല തൂക്കിക്കൊല്ലുന്നത് കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ആയിരങ്ങളുടെ ഇടയിൽ ഞാനും ഉണ്ടായിരുന്നു. ആരാ പറയണത്? സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്. ഞാൻ അത് കാണാണ്, ലൈവായിട്ട് കാണാണ്. അന്ന് ഹുബൈബ് തങ്ങൾ പറഞ്ഞത്, എനിക്ക് കുറെ റകഅത്ത് നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ കുറെ ദീർഘിപ്പിച്ച് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് മരണം പേടിയായിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം നിസ്കാരം അവസാനിപ്പിച്ചത് എന്ന ധീരവാക്ക്. അങ്ങനെ തൂക്കുമരത്തിലേക്ക് കയറ്റി ഒരു പലകന്റെ മേലെ നിർത്തി
കഴുത്തിന് കയറിട്ടു. ഇനി ആ പലക വലിക്കലോടുകൂടി ഈ കയറിങ്ങനെ മുറുകും, അതോടുകൂടി വഫാത്താവും. അതിന്റെ തൊട്ടു മുന്നേ ശത്രുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ആദ്യം 10-15 ശത്രുക്കൾ ഹുബൈബ് അങ്ങോട്ട് അടുത്ത് നിന്ന് ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ഈ വാള് അവരുടെ കാലിന്റെ അടുത്ത് നിർത്തി ഇങ്ങനെ തൊട്ടിട്ട അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആ സമയത്ത് ഇസ്ലാമിലേക്ക് വന്നില്ല. പിന്നീട് സ്വഹാബിയായ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ നബിയാണെങ്കിൽ എന്നുള്ളത് നിങ്ങളൊന്ന് പറയോ? ഇല്ല, പറയില്ല. എന്ന് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ നബിയാണെന്ന് ഒന്ന് മനസ്സിൽ കരുതോ? വേണമെങ്കിൽ ഹുബൈബ് അങ്ങക്ക് കരുതിന്ന് കളവറയാം, പക്ഷെ അതിനൊന്നും എന്നെ കിട്ടൂല. എന്റെ മുത്തുനബി എന്റെ സ്ഥാനത്ത് അടുക്കട്ടെ, എന്റെ മുത്തുനബിയുടെ കാലിന് മുള്ളു തറക്കലടുക്കട്ടെ. കാലിന് മുള്ളു തറക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും ഹുബൈബിന് കഴിയൂല. എന്റെ മുത്തു തങ്ങളുടെ കാലിന് ചെറിയൊരു മുള്ളു തറക്കുന്ന പോലും ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയൂല. എന്റെ മുത്തു തങ്ങൾക്കൊന്നും ആവാൻ പാടില്ല, ആവരുത് എന്നല്ല, എനിക്കത് ചിന്തിക്കാൻ തന്നെ കഴിയൂല എന്ന് പറയുമ്പോൾ ശത്രുക്കൾ അവരുടെ ധാർഷ്ട്യം കൊണ്ട് കൊല്ലുന്നതിന് മുമ്പ് അവരാദ്യം ചെയ്യുന്നത് തൊടയിലുള്ള ഇറച്ചി ഇങ്ങനെ മുറിച്ചു മാറ്റി പച്ചയായിട്ട് തുരുതുരാ ശത്രുക്കൾ അമ്പെയ്തു. അവസാനം ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി തൂക്കിലേറ്റി. ആ സമയത്താണ് എനിക്ക് മുസ്ലിമായി മരിച്ചാൽ എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വഫാത്താണ്. ഇത് ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. ഈ ചിത്രം തൊട്ടടുത്ത 3 ദിവസങ്ങളിൽ എൻ്റെ സ്വപ്നത്തിൽ ഹുബൈബ് തങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സഈദേ സത്യത്തിലേക്ക് വരൂ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചരിത്രം എനിക്ക് ഇടയ്ക്കിടെ ഓർമ്മ വരും. ചിലപ്പോ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഓർമ്മ വരുത്ത്. ആ ഓർമ്മ വരുമ്പോ എന്റെ മനസ്സിൽ തോന്നും, അന്ന് ഹുബൈബ് തങ്ങളെ രക്ഷപ്പെടുത്താതെ ആ കഷ്ണം ഇങ്ങനെ മുറിച്ചു മാറ്റുമ്പോ അമ്പെയ്യുമ്പോ തൂക്കിക്കൊല്ലുന്ന സമയത്ത് ഞാൻ നോക്കി നിന്നതിന് എന്റെ ആഖിറത്തിൽ എന്നെ എന്തെങ്കിലും അള്ളാഹു ചെയ്യോ എന്ന് പേടിക്കുമ്പോൾ എന്റെ ബോധം നഷ്ടപ്പെട്ടു പോകും. അതാണ് ഉമർ തങ്ങളെ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല എന്ന് കേട്ടപ്പോൾ ഉമറുല്ലാന്റെ കണ്ണ് നിറഞ്ഞുപോയി, കണ്ണുനീരൊഴുകുകയാണ്. എല്ലാരും കരഞ്ഞു മാപ്പ് പറഞ്ഞു. ഉമറുല്ലാന് വീണ്ടും 1000 സ്വർണ്ണ നാണയം സഈദ് തങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതാണ്. വീട്ടിലെത്തിയപ്പോ വൈഫിനോട് പറഞ്ഞു, വീണ്ടും ഇതാ ദുരന്തം എത്തിയിട്ടുണ്ട്, ഇതെന്തിനാ ഈ ദുനിയാവ് എന്റെ വേക്കിൽ എന്നെ വരുന്നത്, ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് 1000 സ്വർണവും പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തിട്ടാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയത്. മഹബത്തുണ്ടോ കൂട്ടരെ, ദുനിയാവിനോട് ഇഷ്ടം കുറയും, സ്വതക്ക വർദ്ധിക്കും, ഇബാദത്തുകൾ വർദ്ധിക്കും. അള്ളാഹു നമ്മളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവേ, പുതിയ വർഷം, പുതിയ മാസം മുഹറത്തിലാണ് നമ്മളുള്ളത്. ആരുടെയെങ്കിലും തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും. ആരുടെയെങ്കിലും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വർദ്ധിക്കുന്നത് തുടക്കത്തിലെ നന്മ കുറവാണെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഇവിടെ പറഞ്ഞ സർവ്വ അയിമ്മത്തിന്റെയും സഹാബത്തിന്റെയും ബർക്കത്തുകൊണ്ട് പുറത്തു തരണേ റഹ്മാനെ. ഇനി അങ്ങോട്ടുള്ള ജീവിതം തെറ്റില്ലാത്ത ജീവിതത്തിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.